സഹചരെ ഞാനെന്നും സ്നേഹിച്ചു, അവരുയരാ നന്നായി യത്നിച്ചു. പകലും രാവും ഞാൻ പ്രാർത്ഥിച്ചു, സമയം ഞാനേറെ പങ്കിട്ടു. എന്നെ തേടാനും കൂടെ നിൽക്കാനും വരുമല്ലോ അവരെന്നാശിച്ചു. പണമില്ലാതായി ബലമില്ലാതായി ആർക്കും വേണ്ട കറിവേപ്പിലയായി ദൈവത്തിൻ സ്നേഹമോർത്തു ഞാൻ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 41 സങ്കീർത്തനം അതിൻ്റെ 4 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു. അവൻ എപ്പോൾ മരിച്ച് അവൻ്റെ പേർ നശിക്കുമെന്ന് എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറഞ്ഞു. ഒരുത്തൻ എന്നെ കാണുവാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു. അവൻ്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നു. അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു. 41 സങ്കീർത്തനം നമ്മളെ കേൾപ്പിക്കുന്നത് 4-ാം വാക്യം, യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. രോഗാവസ്ഥയിലിരിക്കുന്ന എല്ലാവർക്കും ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ. ദൈവമക്കളെ, ഏത് രോഗാവസ്ഥയിൽ നിന്നും ഒരു വലിയ വിടുതൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മാത്രമേ ഉള്ളൂ. ഇതുപോലെ വചനമെടുത്ത് പ്രാർത്ഥിക്കുന്ന, വചനമെടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് 2018 കർത്താവ് വെളിപ്പെടുത്തിയൊരു കാര്യമുണ്ടായിരുന്നു. ദൈവമക്കളെ, വരുവാനിരിക്കുന്നത് മരുന്ന് പ്രതികരിക്കാത്ത രോഗമായിരുന്നു. വാരിക്കൂട്ടി ശവങ്ങൾ കത്തിക്കുന്ന കാലങ്ങൾ വരുന്നു. ഇതെല്ലാം വചനഭാഗത്തിൽ പ്രവചന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു. ദൈവമക്കളെ, അത് 2020 കൊറോണയുടെ പാപത്തിലാണ് അത് കടന്നു വരുന്നത്. എന്നാൽ പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കാതെ യഹോവ ഒരു കാര്യം ചെയ്യില്ല എന്ന് അമോസിൻ്റെ പുസ്തകത്തിൽ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം, മുൻകൂട്ടി കർത്താവ് അറിയിച്ചിരുന്നു എന്നതുപോലെ രോഗം പെരുകുന്ന ഒരു സമയം കൂടിയാണ് ഇനിയും. ദൈവമക്കളെ, മരുന്ന് കൊണ്ടൊന്നും നമുക്ക് സൗഖ്യമാകാത്ത ഒരു അനുഭവം, പല വ്യാധിയും പലയിടത്തും പല വിധത്തിലുള്ള രോഗാവസ്ഥ പലർക്കും കടന്നു വരുന്നത് അത് മരുന്ന് പ്രതികരിക്കാത്തൊരു അനുഭവമാണ് ഇനിയും കടന്നു വരുന്നതിനെക്കുറിച്ച് കാണുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒന്ന് മാത്രം, യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണേ. ആ ഒരു പ്രാർത്ഥന യഹോവയുടെ മഹത്വം ഉയർത്തേണ്ട സമയമാകുന്നു. ദൈവമക്കളെ, ആമേ സ്തോത്രം. ആകാശത്തിനും ഭൂമിക്ക് നാഥനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ നാമം പുകഴ്ത്തുവാൻ തക്കവണ്ണം സകല ജാതികളും ദൈവം ഒരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. മുൻകൂട്ടി കർത്താവ് നമ്മളെ അറിയിച്ചു തരുന്ന എത്രയോ കാര്യങ്ങൾ, നമുക്കൊക്കെ രക്ഷപ്പെടുവാൻ, നമുക്ക് മടങ്ങി വരേണ്ടവർക്ക് മടങ്ങി വരാനുള്ളൊരു അനുഭവമായിരുന്നു ഇതെല്ലാം. അത് ഞാൻ ഒന്ന് ഓർത്ത് പറയാൻ കാരണം, 2018 ഇതുപോലെ സഭാ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി തന്നൊരു കാര്യമായിരുന്നു. 2020 സകല സഭകളും സകല ആരാധനാലയങ്ങളും അടയ്ക്കപ്പെടുമെന്ന്. ഇതിനെല്ലാം കാരണമായി നിൽക്കുന്നതൊരു മഹാമാരി വരുന്നുണ്ട് എന്ന വചനത്തെ നമ്മളെ കേൾപ്പിക്കുകയായിരുന്നു. ആ മഹാമാരി ദൈവമക്കളെ കൊറോണയുടെ രൂപത്തിലായിരുന്നു. എന്നാൽ ഇനിയും കേൾക്കുന്നതും കാണുന്നതും പല വിധത്തിലുള്ള വ്യാധി പൊട്ടിപ്പുറപ്പെടുന്നതായിട്ടുള്ളൊരവസ്ഥയാണ്. ഇവിടെ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷിക്കാം, നീ എന്നെ സൗഖ്യമാക്കണമേ എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വിടുതൽ പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച കുഞ്ഞെ കർത്താവിന് വേണ്ടി നല്ലൊരു സാക്ഷിയെ തീരുവാൻ ദൈവം ഒരുക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വചനം പറയുന്നുണ്ട്, നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു എന്ന വചനം. ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ എത്ര താഴ്മയോടെ നിന്നാ പ്രാർത്ഥിക്കുന്നത്. നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു എന്ന വചനം, അത് കർത്താവിൻ്റെ മുമ്പിൽ സമ്മതിച്ച് പ്രാർത്ഥിക്കുക. ഒന്നല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള കുറവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അതെല്ലാം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കളെ, പാപം പെരുകിയ സ്ഥാനത്ത് ഏറ്റവും അധികം കൃപ തന്ന കർത്താവ് നമ്മളെ നിറയ്ക്കുമല്ലോ. അവിടെ അടുത്ത വചനം നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്, അവൻ എപ്പോൾ മരിച്ച് അവൻ്റെ പേർ നശിക്കുമെന്ന് എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറഞ്ഞു. ശത്രുക്കൾക്ക് ദോഷം പറയാനേ പറ്റുള്ളൂ. ശത്രുക്കൾ ഒരിക്കലും നന്മ പറയല്ല. അവരായിരിക്കാം ഏറ്റവും കൂടുതൽ നന്മ അറിഞ്ഞതും അനുഭവിച്ചതും. ആമേ സ്തോത്രം. എന്നാൽ ശത്രുത അവരുടെ ഹൃദയത്തിൽ വന്നപ്പോൾ അവർ ദോഷം മാത്രമേ പറയത്തുള്ളൂ, കിട്ടിയ നന്മ ഒരിക്കലും പറയല. ഒരുത്തൻ എന്നെ കാണാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു. അതെ, കാണാൻ വരുമ്പോഴും വളരെ സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. കപടവാക്കാണ് പറയുന്നത്. അവൻ്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നോ പറഞ്ഞ് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള വരവ്. വന്നേച്ചങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ
അവൻ പുറത്തു പോയത് പ്രസ്താവിക്കുന്നു എന്നാണ് പറഞ്ഞേ. ദൈവമക്കളെ, പുറത്തു പോയത് പ്രസ്താവിക്കുക. നമ്മളെ പ്രയാസപ്പെടുത്തുന്ന, നമുക്ക് സങ്കടം വരുന്ന കാര്യങ്ങളാണ് അവർ പുറത്തു പോയത് പ്രസ്താവിക്കുന്നത്. അവരെ കാണാൻ വന്നത് എന്താ? ഒരു ദോഷം മാത്രം കാണാൻ വേണ്ടി വന്നു. അവർ വന്നതെന്തിനാ? കപടവാക്ക് പറയാൻ വേണ്ടി വന്നു, നമ്മളെക്കുറിച്ചൊരു കപടവാക്ക് പറയാൻ. അപ്പോൾ ദൈവമക്കളെ, ഒന്നുകൂടെ നമുക്ക് ഓർക്കാനുണ്ട്, യേശു കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, ഒറ്റിക്കൊടുക്കാനുള്ളവരും തള്ളിപ്പറയാനുള്ളവരെല്ലാം കൂട്ടത്തിൽ തന്നെയായിരുന്നു. പുറത്തുനിന്ന് വന്നവരായിരുന്നില്ല. ഒരുപക്ഷെ നമ്മളൊക്കെ കൈത്താങ്ങിയവരായിരിക്കാം. നമ്മൾ കഴിക്കാതെ അവർക്ക് വയർ നിറച്ച് വിളമ്പി കൊടുത്തിട്ടുണ്ടായിരിക്കാം. നമുക്ക് അനുഭവിക്കേണ്ടതല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കേണ്ടത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കരുതിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ദൈവം കാണുമല്ലോ എന്നൊക്കെ കരുതി നമ്മൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ടായിരിക്കും. അവരെയൊക്കെ വളർത്തി തീറ്റിപ്പോറ്റി നല്ല ഭംഗിയുള്ളവരാക്കി എടുത്ത കാലങ്ങൾ നമുക്കുണ്ടായിരിക്കും. അപ്പോഴും നമ്മൾ ചെയ്തതെല്ലാം നന്മയ്ക്കായതുകൊണ്ട് ഒരിക്കലും തിന്മയ്ക്കായി ഭവിക്കുമെന്ന് വിചാരിച്ചിട്ടില്ലായിരിക്കും. പക്ഷെ ഒന്ന് പറയാം ദൈവമക്കളെ, കൂടെ നിന്നവർ നമ്മൾ അറിയുന്നില്ല പുറത്തു പോയി എന്താണ് അവർ പ്രസ്താവിക്കുന്നത്. അവർ കപടവാക്ക് സംസാരിക്കുന്നു. അത് മാത്രമല്ല ദൈവമക്കളെ, അവൻ്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്ന, എവിടെല്ലാം പോയി എന്തെല്ലാം കുറവുണ്ടോ അതെല്ലാം കണ്ടുപിടിച്ച് ഒരു നീതിമാനെതിരായി ദോഷം പറഞ്ഞു. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമത്രേ. അതുകൊണ്ട് അനുഭവത്തിലൂടെ കുറിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണിത്. ആമേൻ. ഇതേ അവസ്ഥയിൽ പോകുമ്പോഴും ദൈവമക്കളൊന്ന് ഓർക്കുക, നമ്മൾ ചെയ്തത് നന്മയ്ക്കായിരുന്നു നമുക്ക് ബോധ്യമുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അന്ന് ചെയ്യാൻ കിട്ടിയ നന്മകളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുക. ഹല്ലേലൂയ, സ്തോത്രം. അവർ നമ്മളെ കരുതുമെന്നും അവർ നമ്മളെ കൈത്താങ്ങുമെന്നും അല്ലെങ്കിൽ ആ കരങ്ങൾക്ക് കീഴിൽ നമ്മളെ കൂടെ നിർത്തുമെന്നും ഒക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും. പക്ഷെ നമുക്കത് ലഭിച്ചെന്ന് വരികയില്ല. സങ്കടപ്പെടണ്ട. നമ്മൾ ചെയ്തതെല്ലാം കർത്താവിന് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ കർത്താവ് നമുക്ക് അതിനുള്ള പ്രതിഫലം തരും. ഇവർ തന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം വേണ്ട. ഇനിയും അവർ വന്നാൽ കൈത്താങ്ങാൻ പറ്റുമെങ്കിൽ കൈത്താങ്ങുക. സ്തോത്രം. അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയാൽ പ്രാർത്ഥിക്കുക. അവരിൽ നിന്ന് പ്രതിഫലം ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ദൈവമക്കളെ. നമ്മൾ ചെയ്യുന്നതിനെല്ലാം കൂലിയും പ്രതിഫലം തരുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് ഓർത്തുകൊണ്ട് ആ പ്രതിഫലത്തിനായി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കർത്താവെ അനേകർക്ക് ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടി, അനേകരെ കൈത്താങ്ങി അനേകരെ വളർത്തിയ ഒരുപാട് ദൈവജനം ഇതിനകത്തുണ്ടാവുമല്ലപ്പാ. എന്നാൽ ഇന്ന് അവർക്ക് ഏറ്റവും ദുഃഖത്തിന് കാരണവും അവർ തന്നെയാണോ കർത്താവെ? അപ്പോഴും ഇപ്പോഴും അവരൊക്കെ മനസ്സിലെ കർത്താവെ വേദനയോടുകൂടി ഇന്ന് സങ്കടത്തോടുകൂടി ഇന്ന് ഈ പ്രാർത്ഥനയിൽ കൂടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തങ്ങളെ നോക്കുമെന്ന്, തങ്ങളെ കരുതുമെന്ന്, വയ്യാത്ത കാലങ്ങളിൽ നോക്കുമെന്ന്. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. തളർന്നിരിക്കുമ്പോൾ താങ്ങായി വരുമെന്ന്, ആശ്വസിപ്പിക്കാൻ വരുമെന്ന് കർത്താവെ പലരെക്കുറിച്ച് ഓർത്തിട്ടുണ്ടാവും. അതുപോലെ ജീവിതത്തിൽ ആ നല്ല കാലങ്ങളിൽ അവരെ കരുതിയതുപോലെ, കരുതേണ്ടതുപോലെ കരുതിയ മക്കൾ ഇന്ന് കർത്താവെ ശത്രുവായിട്ട് അവർ നിൽക്കുമ്പോൾ, എൻ്റെ കർത്താവെ നിന്ദിക്കുമ്പോൾ, പഴിക്കുമ്പോൾ, അപമാനം സഹിക്കാൻ പറ്റാതെ മനസ്സ് നൊന്ത് നീറിക്കൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്ത് ആരെങ്കിലും ഇതിനകത്തുണ്ടാവും കർത്താവെ. ഇന്ന് നിൻ്റെ മക്കൾക്ക് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണേ. ആ ചെയ്തതെല്ലാം ക്രിസ്തുവിൻ്റെ സഹായത്താൽ ചെയ്തതായിരുന്നുവെന്നും അതിനുള്ള പ്രതിഫലം ക്രിസ്തുതാനൻ നമുക്ക് തരുമെന്നുള്ള വിശ്വാസത്തിലിരിപ്പാനും ദൈവം സഹായിക്കണമേ. സഹായമേറ്റവരെ അവരെയൊക്കെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാറി നിന്ന് പഴിക്കുമെന്നോ, മാറി നിന്ന് ഉപദ്രവിക്കുമെന്നോ, മാറി നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നോ ചിന്തിക്കാതെ പൂർണ്ണ മനസ്സോടെ തനിക്കുള്ളതിൽ നിന്ന് നല്ലൊരു ഓഹരി കൊടുത്തവരെ വളർത്തിയെടുത്തപ്പോൾ, കർത്താവെ നല്ലൊരു സ്ഥാനത്ത് അവരെത്തിയപ്പോൾ ഏറ്റവും എതിർത്ത് നിൽക്കുന്നുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവസ്നേഹം അറിയുവാൻ ഇടയാക്കണമേ. കൊടുത്ത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മനസ്സിൻ്റെ നൊമ്പരം ദൈവം അറിയുന്നുള്ള കർത്താവെ. യേശുവേ സ്തോത്രം. കാൽവരി ക്രൂശിൽ ഏറ്റവും ശ്രേഷ്ഠം ഒരു പ്രാർത്ഥന കഴിച്ചല്ലോ. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടപ്പോൾ ആ പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിക്കാനുള്ള ഒരു നന്മ നിൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാകണമേ. സങ്കടങ്ങളെല്ലാം മാറ്റി കൊടുക്കണമേ. ചെയ്തതിനെല്ലാം പ്രതിഫലം തരുന്നൊരു ദൈവം ജീവിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് സമാധാനത്തോടിരിപ്പാൻ ദൈവം ഇടയാക്കണമേ. നല്ലത് ചിന്തിപ്പാൻ, നല്ലത് ധ്യാനിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവേ, ശത്രുക്കളുടെ മുമ്പാകെ മേശൊരുക്കുന്ന നല്ല ദൈവം, നിൻ്റെ മക്കൾ തളർന്നു പോകാതിരിപ്പാൻ ആത്മാവെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഈ അപമാനം ഏൽക്കേണ്ടി വരുമ്പോഴും കർത്താവെ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചുകൊണ്ട്
പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നിൻ്റെ മക്കളെ ഒരുക്കണമേ. നിങ്ങളിലേക്ക് നോക്കി ആരും ഒരു നാൾ ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ കർത്താവേ. ഇതിലേക്ക് നോക്കിക്കൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ ഇടയാക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.